ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൃപ ചൊരിയുന്ന മണിക്കൂറുകളുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 49-ാം അധ്യായം 8-ാം തിരുലിഖിതം, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് കളകൾ സംസാരിക്കുന്നു. അതിന് ഉപോത്ബലകമായി 2 ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ദൈവവചനങ്ങൾ നാം എടുക്കുന്നത്. ഒന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, 2 ജ്ഞാനത്തിൻ്റെ പുസ്തകം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുലിഖിതങ്ങളിൽ യേശു ഒരു ഉപമ പറയുന്നുണ്ട്, കളകളുടെ ഉപമ. അതിൽ 24-25 വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അച്ഛൻ കൊണ്ടുവരാം. മറ്റൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സദൃശമാണ് സ്വർഗരാജ്യം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ യേശു പഠിപ്പിച്ചപ്പോൾ യേശു പറയുകയാണ്, പിതാവായ ദൈവം അല്ലെങ്കിൽ സ്വർഗം നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ വിതയ്ക്കും. ദൈവവചനം വിതയ്ക്കും, ആത്മാവിൻ്റെ കൃപകൾ വിതയ്ക്കും, നന്മകൾ വിതയ്ക്കും. എന്നാൽ ശത്രുവിൻ്റെ പ്രവർത്തനം കൂടി ഉണ്ടാകും. നിങ്ങൾ ദൈവവചനം കേട്ടാലും, നിങ്ങൾ ധ്യാനത്തിൽ കൂടിയാലും, ഞായറാഴ്ച പള്ളിയിൽ പോയാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വിശുദ്ധമായ കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നശിപ്പിച്ച് കളയുന്ന കളകൾ ലോകം വിതയ്ക്കും. ചാനലുകളിലൂടെ വിതയ്ക്കും, പത്രമാധ്യമങ്ങളിലൂടെ വിതയ്ക്കും, സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാർ വിതയ്ക്കും. നമ്മളത് മനസ്സിലാക്കണം. പിശാച് വിതയ്ക്കുന്ന കളകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഈ കളകൾ നമ്മുടെ ഹൃദയത്തിൽ വളർന്നാൽ, പാപചിന്തകൾ, ലോകചിന്തകൾ, തിന്മയുടെ ആലോചനകൾ നമ്മുടെ ഉള്ളിൽ വളർന്നാൽ നമ്മൾ തന്നെ ഒരു കളയായി അങ്ങോട്ട് മാറും. ഇനി തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞു, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, ഇതാ കളകൾ. ആ യജമാനൻ പറയുകയാണ്, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരാം. പ്രിയപ്പെട്ട സഹോദരൻ, നല്ല യജമാനൻ, നമുക്ക് ഒരു ചെറിയ ഗോതമ്പ് ചെടി പോലും പോകാൻ ആഗ്രഹിക്കാത്ത നല്ല പിതാവ്, ഒരു നീതിമാനെ പോലും, ഓരോ നന്മയുള്ള മനുഷ്യനെ പോലും അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, കളകളൊന്നും പറിച്ചു കളയാൻ നിൽക്കണ്ട. അങ്ങനെ പറിക്കുമ്പോൾ ചിലപ്പോൾ നീതിമാന്മാർ പോലും നശിച്ചു പോയേക്കാം. അതുകൊണ്ട് പറിക്കണ്ട എന്ന് പറയും. മാത്രമല്ല, യജമാനൻ ഒരു കാര്യം മനസ്സിൽ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? അതാണ് തുടർന്ന് വരുന്ന തിരുലിഖിതം. യജമാനൻ പറയാണ്, കൊയ്ത്തു വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കളകളും ഗോതമ്പ് ചെടികളും ഒരുമിച്ച് വളരട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ കളകളും ഗോതമ്പ് ചെടികളും ഒരുമിച്ച് വളരുന്നുണ്ട്. കളയും വിളയും ഒരുമിച്ച് വളരുന്നുണ്ട്. ഇടവകയിൽ കളയും വിളയും ഒരുമിച്ച് വരുന്നുണ്ട്. നീ പോകുന്ന സ്കൂളിൽ കളയുണ്ട്, വിളയുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധിയുള്ള ആളുകളുണ്ട്, കളയായി തീർന്ന മനുഷ്യന്മാരുണ്ട്. നീ ചെല്ലുന്ന മാർക്കറ്റുകളിൽ, ഷോപ്പിൽ, സഞ്ചരിക്കുന്ന ബസ്സിൽ, നീ വ്യാപരിക്കുന്ന സകല ഇടങ്ങളിലും കളകളും ഉണ്ട്, വിളകളും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവപൈതലേ, വിളകളോട് ചേർന്ന്, നല്ല ഗോതമ്പ് ചെടിയോട് ചേർന്ന് കൂട്ടുകൂടുക. കളകളെ തിരിച്ചറിയുക, കളകളുടെ ഉപദേശത്തെ തിരിച്ചറിയുക. യജമാനൻ പറഞ്ഞു, കൊയ്ത്തു വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പ് എൻ്റെ അറപ്പുരയിൽ ശേഖരിക്കുവിൻ. അങ്ങനെ കൊയ്ത്തുകാര് കളയെല്ലാം കെട്ടുകെട്ടായിട്ട് വെച്ചു, ഗോതമ്പും നന്നായിട്ട് ശേഖരിച്ച് വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കളകൾ സംസാരിക്കാൻ തുടങ്ങി.
അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 1 തൊട്ട് 13 വരെയുള്ള തിരുലിഖിതങ്ങളിൽ കാണുന്നത്. ഇതാ കറ്റകളായി വിളകളിരിക്കുകയാണ്, അത് യജമാന്റെ അറപ്പരയിലേക്ക് പോകാൻ. ഇപ്പോൾ ഈ കറ്റകളായിരിക്കുന്ന വിളകൾക്ക് ഈ ദുഷ്ടന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം, ഒരു സന്തോഷം. ഇതാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ പിതാവിൻ്റെ നിത്യ സന്തോഷത്തിലേക്ക് ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോകും. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. ഇതാ ഇപ്പോൾ അവരുടെ സ്ഥിതി മാറി. അവര് ഇത്രയും കാലം പുച്ഛിച്ച് തള്ളി, ഇത്രയും കാലം വിലകെട്ടതായി കണക്കാക്കി, ഇത്രയും കാലം ഇവരുടെ ജീവിതം ഭ്രാന്താണെന്ന് എഴുതി തള്ളിയ ആ നീതിമാന്മാരുടെ ആ ഒരു ഉയർച്ചയിൽ അവരുടെ മുഖമെല്ലാം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. അവർ ദൈവത്തെ പോലെയായി മാറി. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവർ ദൈവത്തെ പോലെയായി മാറും, അവിടുത്തെ പോലെയായി തീരും. ഇതിപ്പോൾ ഇവർ ദൈവത്തെ പോലെയായി മാറി. അവരുടെ മുഖമെല്ലാം സൂര്യനെ പോലെ അങ്ങോട്ട് തിളങ്ങുകയാണ്. നീതിമാന്മാരുടെ ഈ അപ്രതീക്ഷിതമായ വിജയത്തിൽ അവർ പരിഭ്രാന്തരായി. അവർ ഭയം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. 2 മുതലുള്ള വാക്യങ്ങൾ തുടർന്ന്, അവന്റെ അപ്രതീക്ഷിതമായ രക്ഷയിൽ അവർ വിസ്മയിച്ചു. അവർ പശ്ചാത്താപ വിവശരായി ദീനരോധനത്തോടെ പരസ്പരം പറയാൻ തുടങ്ങി. എങ്ങനെയാ പറഞ്ഞത്? ദീനരോധനത്തോടെ. ദീനരോധനത്തോടെ, അങ്ങനെ ദയനീയമായി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ദീനരോധനത്തോടെ അവർ സംസാരിക്കാൻ തുടങ്ങി. കളകളുടെ സംസാരമാണ് ദീനരോധനത്തോടെ. ഈ കരച്ചിൽ കുറച്ച് മുമ്പ് കരഞ്ഞിരുന്നെങ്കിൽ രക്ഷയുണ്ടാകുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നൊന്നും കരയാൻ തോന്നിയില്ല. ഇന്ന് ദീനരോധനത്തോടെ കരയുകയാണ്. ദീനരോധനത്തോടെ അവർ പരസ്പരം പറഞ്ഞു, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അയ്യോ, അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവന്റെ അവസാനം മാനം കെട്ടതായിരിക്കുമെന്നും നമ്മൾ ചിന്തിച്ചു പോയി. അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് വിശുദ്ധന്മാരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ച്? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളായിപ്പോയി. നീതിയുടെ രശ്മി നമ്മുടെ മേൽ ഉദയം ചെയ്തില്ലല്ലോ, നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചുമില്ല. വേദനയാ, വിഷമമാ, സങ്കടമാ. അയ്യോ, നമ്മളാണ് വഴിതെറ്റിപ്പോയത്, നമുക്കാണ് തെറ്റുപറ്റിയത്. നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും നമ്മളെ ചതിച്ച് നമ്മൾ കരുതിയതെല്ലാം തെറ്റായി പോയി. അതാ ആ ദൈവവചന മാർഗത്തിൽ നടന്നിരുന്ന അവന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരമുണ്ടായി. അവനിപ്പോൾ സൂര്യനെ പോലെ തിളങ്ങുക, അവനിപ്പോൾ ദൈവത്തെ പോലെയായി മാറി. അയ്യോ, നമ്മൾ കരിക്കട്ടകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചിടിപ്പും വിലാപവും ഉണ്ടായി. നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ലല്ലോ. അധർമ്മത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു, ഇഷ്ടം പോലെ തോന്നിയതൊക്കെ ഭൂമി ചെയ്ത്, തനിക്ക് താൻ പോന്നവൻ എനിക്ക് മേൽ ആരുമില്ലെന്ന് വിചാരിച്ച് തനിക്ക് തോന്നിയതെല്ലാം ചെയ്ത്, ദൈവവചനമോ ദൈവത്തിന്റെ സഭയെയോ ഗവനിക്കാനോ മാനിക്കാനോ അന്ന് പറ്റിയതുമില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരെ ഗവനിക്കാനോ അവരനുസരിക്കാനോ അന്ന് പറ്റിയതുമില്ല. അധർമ്മത്തിന്റെയും തന്നിഷ്ടത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം സഞ്ചരിച്ച്, വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ നമ്മളെല്ലാം സഞ്ചരിച്ച് കർത്താവിന്റെ മാർഗത്തെ നാം ഒട്ട് അറിഞ്ഞതുമില്ല. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവും നമുക്ക് എന്ത് നൽകി? നിഴൽ പോലെയും കടന്നു പോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമായി. ഇളകി മറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ പോലെ ഒരു രേഖ അവശേഷിപ്പിക്കാതെ നമ്മുടെ ജീവിതം തീർന്നു. അവർ വേദനിക്കുക. എന്നിട്ട് 13-ാമത്തെ വാക്യം അവർ പറയുക, അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി പോയി. സുഹൃതത്തിന്റെ ഒരടയാളം പോലും കാണിക്കാൻ നമുക്കിന്നില്ലല്ലോ. നമ്മുടെ ദുഷ്ടതയിൽ അയ്യോ ഞങ്ങൾ നശിച്ചേ. അവരെ നിലവിളിക്കുക, ദീനരോധനത്തോടെ പറയുക, നമ്മുടെ ദുഷ്ടതയിൽ നമ്മൾ നശിച്ചല്ലോ. നിലവിളിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ വൈകി വന്ന വിവേകം. ഈ നിലവിളി കൊണ്ട് 5 പൈസയുടെ പ്രയോജനം ഇല്ലാത്ത സമയത്താണ് ഈ നിലവിളി. മരണം കഴിഞ്ഞ് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ കളകളെ കറ്റകളാക്കി വെച്ചിരിക്കുന്നത് പോലെ ദൂതന്മാർ ഇറങ്ങി നരകത്തിയിൽ എറിയാൻ വേണ്ടി ദുഷ്ടന്മാരെ ഒരുമിച്ച് കൂട്ടിരിക്കുന്ന ഈ സമയത്താണ് ബോധോദയം ഉണ്ടായത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നരകത്തിയിൽ കടന്നു വേകുമ്പോൾ ആ ധനവാന് ബോധോദയം ഉണ്ടായില്ലേ?
അതേമാതിരി കള അവിടെ കിടന്ന് സംസാരിച്ചു, പക്ഷെ അതിനൊന്നും വിലയുണ്ടായില്ല. ആ കള അവിടെ കിടന്ന് അനുഭവിച്ചു, കള അവിടെ രക്ഷയ്ക്ക് വേണ്ടി ദാഹിച്ചു. ആ ദാഹത്തിനോ ആ സംസാരത്തിനോ ആ നിലവിളിക്കോ വിലയുണ്ടായില്ല. അതേപോലെ വൈകി വന്നൊരു വിവേകമാണിത്. കളകളുടെ സംസാരത്തിന്, കളകളുടെ നിലവിളിക്ക്, കളകളുടെ എരിവായുള്ള രക്ഷയ്ക്ക് വേണ്ട ദാഹത്തിന് ഒരു 5 പൈസയുടെ വില പോലും ഇല്ലാതെ അവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്നതിനെ കുറിച്ചാണ് വിശുദ്ധ ലേഖനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. യെശയ്യാ 49:8 വാക്യം പഠിപ്പിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷയുടെ ദിവസം ഞാൻ നിന്നെ സഹായിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് നിങ്ങൾക്കും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും അനുദപിക്കാനും അവലോകനം ചെയ്യാനും വിശകലനം ചെയ്യാനും പാപ സങ്കീർത്തനം ചെയ്യാൻ കുമ്പസാരിക്കാനും അവസരമുണ്ട്, സമയമുണ്ട്, കാലമുണ്ട്. രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കാനുള്ള കാലം ജീവിച്ചിരിക്കുന്ന കാലമാണ്, വചനം കേൾക്കുന്ന കാലമാണ്. കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 1-2 തിരുലേഖനങ്ങൾ പഠിപ്പിക്കുകയാണ്, നമുക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കരുതെന്ന് കർത്താവിന്റെ സഹപ്രവർത്തകർ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ അനുദപിക്കാൻ, ഞാൻ നിങ്ങൾ തിരിച്ചു വരാൻ, ഞാൻ നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴാണ്, അത് ഇപ്പോഴാണ്, അത് ഇന്നാണ്. കാരണം ഓരോ വചന പ്രഘോഷണങ്ങളും ദൈവം തരുമ്പോൾ ഈ ചെളിക്കട്ടയിൽ അല്ലെങ്കിൽ ഉറച്ച മണ്ണിൽ അങ്ങനെ നിൽക്കുന്ന മരത്തെ അല്ലെങ്കിൽ കുറ്റിയെ അല്ലെങ്കിൽ ചെടിയെ വെള്ളം കൊണ്ട് ഒഴിച്ച് കുതിർത്ത് ഇങ്ങോട്ട് പറിക്കുന്നത് പോലെ പാപത്തിൽ പൂണ്ടുപോയി, തിന്മയിൽ പൂണ്ട്, അഹങ്കാരത്തിൽ പൂണ്ട ആ ജീവിതത്തെ ദൈവത്തിന്റെ കൃപ കൊണ്ട് പൊതിഞ്ഞ് പറിച്ച് സ്വർഗത്തിന് വേണ്ടി മാറ്റുന്ന അത്ഭുത നിമിഷങ്ങളാണ് വചന ശുശ്രൂഷയുടെയും ദൈവരാജ്യ വേലകളുടെയും നിമിഷങ്ങൾ. അന്ന് ഞാൻ നിങ്ങൾ കാതോർക്കണം, അന്ന് ഞാൻ നിങ്ങൾ ഹൃദയം തുറക്കണം, അന്ന് ഞാൻ നിങ്ങൾ അതിനുവേണ്ടി വിധേയപ്പെടണം. ജെറമ്യാ പ്രവചനത്തിൽ 13-ാം അധ്യായം 15-16 തിരുലേഖനങ്ങൾ, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലമ്പ്രദേശങ്ങളിൽ ഇടറുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് മഹത്വം നൽകുവിൻ. അല്ലെങ്കിൽ വെളിച്ചം തേടുമ്പോൾ മരണത്തിന്റെ നിഴലും കൂരിരുട്ടുമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഹൃദയം നുറങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം.